നമസ്കാരം പ്രശാന്ത് സർ. സംഘടന കൊണ്ട് ശക്തരാവുക, പ്രയത്നം കൊണ്ട് സമ്പന്നരാകുക. ആദ്യ പ്രതികരണവുമായി ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഈ ഒരു നിയമനം ബി.ജെ.പിക്ക് എത്രത്തോളം ഗുണം ചെയ്യും സാർ? എന്താണ് സാറിന്റെ നിഗമനം? ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ അവസാനം സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് താഴെത്തട്ടിൽ നിന്ന് ബൂത്ത് തലം തൊട്ട് ഏതാണ്ട് സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. കേരളത്തിൽ സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ്. അതിനകത്ത് കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരു ഇടപെടലാണ് രാജീവ് ചന്ദ്രശേഖറിന് വന്നതാണ് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങൾ വാർത്തകളിൽ നിന്ന് മനസ്സിലാവും. അപ്പം അഖില ചോദിച്ചതുപോലെ എത്രത്തോളം പ്രയോജനപ്പെടും എന്നുള്ളതിനെ നമുക്ക് നാളെ നോക്കി കാണേണ്ടി വരും. കാരണം ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഒരു സംസ്ഥാനത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം താഴെയറ്റം വരെയുള്ള പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അവരുടെ ഒരു സംസ്ഥാന നേതാവ്, അല്ലെങ്കിൽ ബി.ജെ.പിയുടെ ദേശീയ കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന കാര്യങ്ങൾ താഴെത്തട്ട് വരെ നടത്തി എടുക്കുന്നതിനും, അല്ലെങ്കിൽ അതിന്റെ ഡയറക്ഷൻ കൊടുക്കുന്നതിനും വേണ്ടിയുള്ള ഒരു ശൃംഖല എന്നാണ് ഈ പറയുന്നത് പോലെ കമ്മിറ്റികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, അതിനുശേഷം ജില്ലാ കമ്മിറ്റി ഉണ്ട്, ഈ പറയുന്ന അറ്റം വരെയുള്ള കമ്മിറ്റി ഉണ്ട്. അപ്പൊ ഇതിനകത്ത് പ്രവർത്തനം ബി.ജെ.പിയുടെ കൃത്യമായി താഴെത്തട്ടിൽ നടക്കണമെങ്കിൽ താഴത്തെ കമ്മിറ്റികൾ, അത് ബൂത്ത് കമ്മിറ്റി തൊട്ട് ജില്ലാ കമ്മിറ്റി വരെയുള്ള പ്രവർത്തനം കൃത്യമാകണം. അപ്പൊ അതിനകത്ത് ആ കമ്മിറ്റികൾക്കകത്ത്, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ ബി.ജെ.പിക്കാർക്കിടയിൽ എത്രത്തോളം സ്വാധീനമുണ്ട് പ്രസിഡന്റ് എന്നുള്ളതൊക്കെയാണ് പണ്ട് നോക്കിക്കണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമുക്ക് മനസ്സിലാവുന്നത്, ഈ പറയുന്ന സംസ്ഥാന പ്രസിഡന്റിനെ തീരുമാനിച്ചിരിക്കുന്നത് കൃത്യമായ ബി.ജെ.പിയുടെ ഈ പറയുന്ന കേരള ഘടകത്തിന് കൊടുത്ത ഒരു അടി, അല്ലെങ്കിൽ ഒരു താക്കീതാണ്. കാരണം കേരളത്തിനകത്ത് ബി.ജെ.പി ഈ പറയുന്ന നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ വളരെ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് 17% വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ട്. ഇപ്പോഴത്തെ ഒരു സർവേ നടത്തുന്ന അല്ലെങ്കിൽ സർവേയിൽ കൂടെ വന്നിരിക്കുന്നത് വീണ്ടും ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 7% കൂടെ കൂടും. അത് കേരളത്തിൽ ബി.ജെ.പി തന്നെയാണ് ഒന്നാമത്തെ പാർട്ടിയായിട്ട് നിൽക്കുന്നതൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ കേരളത്തിനകത്ത് ബി.ജെ.പിയെ നേതൃത്വത്തിൽ കൊണ്ടുവരുന്നതിനപ്പുറത്ത് ബി.ജെ.പിക്കകത്തെ നേതാക്കന്മാർ ഈ പറയുന്നത് പോലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുള്ള, ഇഷ്ടമുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാൻ പോലും ഇതുവരെ ആളില്ലാത്ത, അല്ല കൃത്യമായ നേതാക്കന്മാരല്ല. നമ്മൾ ഈ CPM നോക്കുമ്പോഴും കോൺഗ്രസ് നോക്കുമ്പോഴും 150 പേരെ മത്സരിക്കുന്നതിന് അവർക്ക് 500 പേര് നിൽക്കുക. അതാണല്ലോ അതിനകത്ത് അടി. ബി.ജെ.പിക്കകത്ത് നോക്കുമ്പോഴും, ബി.ജെ.പിക്കകത്തല്ല, കോൺഗ്രസിനകത്ത് നോക്കും, CPM-നകത്ത് നോക്കുമ്പോഴും ആ ഒരു കുഴപ്പമില്ല. പക്ഷെ ബി.ജെ.പിക്കകത്തുള്ള പ്രശ്നം എന്താ? കേരളത്തിൽ എവിടെ മത്സരിക്കണമെങ്കിലും ആദ്യമേ ആൾക്കാരുടെ വായി വരുന്നത്, ബി.ജെ.പിയുടെ താല്പര്യമുള്ളവരുടെ വായി വരുന്നത് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കട്ടെ, അല്ലെ വി മുരളീധരൻ മത്സരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു ഈ മറ്റ് ഏതെങ്കിലും ഇങ്ങനെ വരുന്ന ഒരു 10, അല്ലെങ്കിൽ സുരേഷ് ഗോപി മത്സരിക്കും, ഇങ്ങനെ വരുന്ന ഒരു 10 നേതാക്കന്മാരല്ലേ ഉള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബി.ജെ.പി വളർന്നു എന്ന് പറയുന്നത്, ഇത് ഇപ്പോൾ ബി.ജെ.പി വളർന്നു എന്ന് പറയുമ്പോൾ ബി.ജെ.പിക്ക് കേരളത്തിൽ ഉടനീളം താഴെ തട്ടോട്ട് മേലെ തട്ട് വരെ ജനങ്ങൾക്ക് ബോധ്യമുള്ള നേതാക്കന്മാരില്ലാത്ത ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ആ രീതിയിൽ നേതാക്കന്മാരെ സൃഷ്ടിച്ചെടുക്കുന്നതിന് പകരം ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള വളർച്ചയുടെ ഭാഗമായിട്ട് കേരളത്തിൽ നേതാക്കന്മാർ നിൽക്കുകയും, അല്ലെങ്കിൽ പണ്ടുകാലം തൊട്ടേ കേരളത്തിലെ നേതാക്കന്മാർ ഈ പറയുന്നവരെ പരിചയപ്പെടുത്തി, അല്ലെങ്കിൽ ഇടയ്ക്ക് വർക്ക് ചെയ്ത, അല്ലെങ്കിൽ പരിചയപ്പെട്ട് നിൽക്കുന്ന നേതാക്കന്മാർക്ക് അപ്പുറം പുതിയ നേതാക്കന്മാരെ താഴെ തട്ടിലോട്ട് സൃഷ്ടിക്കുന്നതിനകത്ത് ബി.ജെ.പി പരാജയപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അത് പരസ്പരം ഇതിനകത്ത് ഭയങ്കര ഗ്രൂപ്പാന്നാ പറയുന്നത്, ഗ്രൂപ്പിനകത്തുള്ള മത്സരം കൊണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന വ്യക്തിയെ ഗ്രൂപ്പിന് അപ്രസക്തമായിട്ട് ഗ്രൂപ്പുകാർക്ക് പരസ്പരം മത്സരിക്കുകയായിരുന്നല്ലോ. ശോഭാ സുരേന്ദ്രന്റെ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ വേറെ മറ്റ് രമേശന്റെ ഗ്രൂപ്പ് വേണം, അല്ലെങ്കിൽ വേറെ ചില ആൾക്കാരുടെ ഗ്രൂപ്പ് വേണം, അങ്ങനെ പല ആൾക്കാരുടെ ഗ്രൂപ്പ് നമ്മൾ ഈ പറയുമ്പോൾ അതിനകത്ത് ഉള്ള നേതാക്കന്മാർ എത്ര ഗ്രൂപ്പ് ഉണ്ടെന്ന് പോലും നമുക്കറിയത്തില്ല. നമുക്ക് അതിനകത്തെ ആഴത്തുള്ള കാര്യങ്ങൾ അറിയത്തില്ല, നമ്മൾ പുറമെ കേൾക്കുന്നു. അപ്പൊ ആ ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് പാർട്ടിക്കകത്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി പാർട്ടിയുടെ നേതൃത്വം പിടിക്കുന്നതിനുള്ള ശ്രമം നടത്തിയാൽ അവർക്ക് പാർട്ടിക്കകത്ത് ഒരു അംഗീകാരവും ലഭിക്കത്തില്ല എന്നുള്ളതിനൊരു താക്കീതാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് രാജീവ് ചന്ദ്രസേനെ കൊണ്ടുവരുന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിന്റെ ബിസിനസ്സിനകത്ത് അദ്ദേഹം വലിയ വിജയം കണ്ടെത്തിയിട്ടുണ്ട്. 3 പ്രാവശ്യം രാജ്യസഭ MP ആയിരുന്നു, 1 പ്രാവശ്യം സഹമന്ത്രിയായിരുന്നു. ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ പുള്ളി വലിയ ഒരു മിടുക്കനാണ്. ബിസിനസ്സിനകത്ത് ഒരാൾ വലിയ മിടുക്കനാവുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമൊന്നുമില്ല. പക്ഷെ രാഷ്ട്രീയക്കാരൻ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു സംഘടനാ തലപ്പത്ത് വരുന്നത് ആദ്യമാണ്.
അത്തരത്തിൽ വരുമ്പോൾ അത് എത്തരത്തിലാകും എന്നുള്ളതിനെ പറ്റി അദ്ദേഹം പ്രവർത്തിച്ച് തന്നെ ഈ പറയുന്ന തെളിയിക്കേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പറയുന്നത് പോലെ BJP കേന്ദ്ര നേതൃത്വം പരീക്ഷിച്ച പലരും കുഴപ്പക്കാരായിട്ടോ അല്ലെങ്കിൽ നേതാക്കന്മാരല്ലായിട്ടോ സംഘടിപ്പിക്കാൻ കഴിവില്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, അവരുടെ കൂടെ ഈ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് അവർ സംഘടിപ്പിക്കുന്ന പരിപാടികൾ വളരെ കൃത്യമായി പരാജയപ്പെടുത്തുന്നതിന് BJPക്കകത്ത് നിന്ന് ഉള്ള ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നതിനും അല്ലെങ്കിൽ പുറകോട്ട് വലിക്കുന്നതിന്റെ ഒക്കെ ഭാഗമാണ് BJPക്കകത്ത് ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. കൃത്യമായിട്ട് പരിപാടികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് പോലും കഴിയാൻ പറ്റാതെ വരുന്ന പറഞ്ഞാൽ ഇതിനകത്തെ ആന്തരിക പ്രശ്നം തന്നെയാണ്, ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നുകൊണ്ട് വേറൊരു ഗുണം ഉണ്ടാവും. നമ്മൾക്കറിയാം BJPക്ക് ഏറ്റവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു വെല്ലുവിളിയാണ്. നമുക്കറിയാം ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും BJPക്ക് അനുകൂലമല്ല. കൂടെ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു പ്രധാനപ്പെട്ട ചാനലാണ് ഏഷ്യാനെറ്റ്. ഏഷ്യാനെറ്റ് ആണ് അന്നും ഇന്നും ഹിന്ദു വിരുദ്ധത BJP വിരുദ്ധത ഏറ്റവും കൂടുതൽ പ്രചരിപ്പിക്കുന്നത്. ഈ കഴിഞ്ഞ 2024 ഇദ്ദേഹം മത്സരിച്ചപ്പോൾ പോലും ഈ ചാനൽ ചെയ്തുകൊണ്ടിരുന്ന പറഞ്ഞാൽ BJPക്കാരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ ഒരു അജണ്ട എടുത്തിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ഏറ്റവും അവസാനം കുംഭമേളയുടെ വിഷയം വന്നപ്പോഴും ഈ കുംഭമേള ഏറ്റവും മോശമായിട്ട് അവതരിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ച സിന്ധു സൂര്യകുമാർ. ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റും BJPയുടെ രാജീവ് ചന്ദ്രശേഖർ ആയതോടുകൂടി BJPയുടെ സമരങ്ങൾ അല്ലെങ്കിൽ ഇനി പഴയതുപോലെ ദുർവ്യാഖ്യാനം നടത്തുന്നു, BJP പരാജയമാണ് അല്ലെങ്കിൽ BJP കുഴപ്പമാണ്, ഇന്ത്യക്ക് BJP പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് യോജിക്കുന്ന ഒരു പാർട്ടിയല്ല, ഒരു ഭരണമല്ല എന്നൊക്കെ ഇതുവരെ പല സ്വരത്തിലും പല മുഖത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏഷ്യാനെറ്റിന് ഒരുപക്ഷെ ആ പറച്ചിലിനകത്തൊരു കുറവ് വരുത്തേണ്ടി വരും. അന്ന് പരാതി പറഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് ചന്ദ്രശേഖരന്റെ ആണെന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പറഞ്ഞത് ഞാൻ എഡിറ്റോറിയൽ ബോർഡിൽ ഇടപെടുന്നില്ലെന്നാണ്. പക്ഷെ ഒരു കാര്യം ചന്ദ്രശേഖരൻ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, നിങ്ങൾ എഡിറ്റോറിയൽ ബോർഡിൽ ഇടപെടുന്നില്ലെങ്കിൽ അതിനകത്ത് നിങ്ങളുടെ ജോലിക്കാരായിട്ടിരിക്കുന്ന സിന്ധു സൂര്യകുമാർ ഉൾപ്പെടെ വിനു ഉൾപ്പെടെയുള്ളവർക്ക് അവരുടെ ഒരു അജണ്ടയും അവരുടെ ഒരു എഡിറ്റോറിയൽ സംവിധാനവും ഒക്കെ ഉണ്ടെന്നാണ് അതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അതായത് നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം നടത്തുന്നതിന് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മറ്റ് ചാനലുകളുടെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോൾ നിങ്ങൾ എഡിറ്റോറിയൽ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തിനകത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ചാനലിനകത്ത് എഡിറ്റോറിയൽ ബോർഡിനകത്ത് ഇടപെട്ടവര് നിങ്ങളുടെ ഒരു അജണ്ടയൊന്നും പാസ്സാക്കണ്ട. പക്ഷേ നിങ്ങളുടെ ചാനൽ വേറെ ഏതെങ്കിലും അജണ്ട പാസ്സാക്കുന്നതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് പരിശോധിച്ചു പോകുന്നത് നിങ്ങൾക്ക് നന്നാവും. കാരണം ഇന്ത്യക്കെതിരെ നീങ്ങുന്നതിന് BJPയുടെ കെയർ ഓഫ് അല്ലെ BJPയുടെ പേരിൽ ആരൊക്കെ ഈ രാജ്യത്ത് ചില പ്രത്യേക മുദ്രാവാക്യങ്ങളും പ്രത്യേക അജണ്ടകളും ഉരുത്തിരിക്കാൻ ശ്രമിക്കുന്നു, അതിന് അവർ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നുണ്ട് എന്നൊക്കെയുള്ള ഒരു ആക്ഷേപം വരുമ്പോൾ അതെല്ലാം ശരിവെക്കുന്ന രീതിയിലും അതിനകത്തെല്ലാം ഈ പറയുന്ന പോലെ ഏഷ്യാനെറ്റും ഉണ്ടാകുന്നു എന്നുള്ള രീതിയിലേക്കും ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ മനസ്സിലാക്കേണ്ടത് ഏഷ്യാനെറ്റിന്റെ മാധ്യമ പ്രവർത്തനം കൃത്യമാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരൻ ശ്രദ്ധിക്കണം. രണ്ടാമത് BJPയുടെ മുന്നോട്ടുള്ള പോക്കിന് അദ്ദേഹം ഇതുവരെ നടത്തിയ പ്രവർത്തനത്തിനെല്ലാം വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അത് രാജ്യസഭ MP ആയിട്ടുള്ള രീതിയിലായാലും അല്ലെങ്കിൽ സഹമന്ത്രിയായിട്ടുള്ള രീതിയിലായാലും അതുപോലെ ഇവിടുത്തെ കുഴപ്പം മാറ്റിയെടുത്ത് കൃത്യമായ ഒരു പൊളിറ്റിക്സ് ദേശീയ പൊളിറ്റിക്സിന് സമാന്തരമായി കൊണ്ടുപോയി BJPയെ 2026-ലും 2029-ലും അതിനു മുമ്പ് നടക്കുന്ന ഈ പറയുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഒക്കെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തണം. അതൊരു വലിയ ജോലി തന്നെയായിരിക്കും. കാരണം ഇത്രയും ഗ്രൂപ്പുകൾ ഉള്ള കേരളത്തിൽ, പരസ്പരം നേതാക്കന്മാർ മത്സരിക്കുന്ന കേരളത്തിൽ, പരസ്പരം നേതാക്കന്മാരുടെ അണികളെ താഴെ തട്ട് വരെ സൃഷ്ടിക്കുന്ന കേരളത്തിൽ അങ്ങനെ പരസ്പരം മത്സരിക്കുന്നതിന്റെ ഇടയ്ക്ക് കൂടി ഇത് വളരെ ബുദ്ധിമുട്ടി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. അതിനൊക്കെ കഴിയുമെന്ന് കണ്ടായിരിക്കും കേന്ദ്രം ഒരുപക്ഷെ അദ്ദേഹത്തെ ഏൽപ്പിച്ചത്. ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ ഒരു മോശം പ്രസിഡന്റ് ആണെന്ന് ഇതുവരെ ആവാൻ സാധ്യതയില്ലെന്ന് ആണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇതുവരെയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിനകത്തെല്ലാം അദ്ദേഹം വിജയിച്ചിട്ടേ ഉള്ളൂ. അദ്ദേഹം ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ നിസ്സാരമല്ല. ഒരു വലിയ ബിസിനസ്സുകാരൻ ദേശീയ ലെവലിലും അന്താരാഷ്ട്ര ലെവലിലും ഒക്കെ ഉണ്ടാവുക അല്ലെങ്കിൽ അങ്ങനെ ആവുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ഏതായാലും BJPക്ക് ഒരു പുതിയ മുഖമാണ്. അതുപോലെ ഒരു പുതിയ മുഖം ഏഷ്യാനെറ്റിനും ഉണ്ടാവും എന്ന് നമുക്ക് വിചാരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.